സ്വാമി വന്നോ? സ്വാമിയല്ല, വിഷ്ണു. അല്പം ബഹുമാനം തോന്നുന്നെങ്കിൽ വിഷ്ണു നാരായണെന്ന് വിളിക്കാം. Can I come in? Sorry, please. Thank you. Hi, Venu. How's journey? It was fine. Good. Come. പൂജ, എന്നെ മനസ്സിലായോ? That's a puzzle. അതിന് ഉത്തരം പറയുമ്പോ I have a present for you. ഇവരോടൊന്നും ചോദിക്കാൻ ഉത്തരം പറയണം. അതിന് ഇവർക്കും അറിയില്ല ഞാൻ ആരാണെന്ന്. Vishnu, yeah. Do you see any serious problem? പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസവാക്കായിരിക്കും. പ്രശ്നമുണ്ട്. പക്ഷെ അത് ഇവിടെ ഉള്ളവർക്കല്ല, മറ്റാർക്കുമാണ്. അതാർക്കാണ്, പ്രശ്നം എന്താണ്? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താൻ ധൈര്യമായിട്ട് പോയിട്ട് പോടൂ. ഇവരുടെ അംഗരക്ഷകനായി ഞാനുണ്ടാകും ഇവിടെ. Okay, then I'll see you. Okay. Okay? Okay. Bye. ഡോക്ടർ സാറേ, മെഡിക്കൽ ജേർണലിലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള തന്റെ ലേഖനത്തിൽ ഫ്യൂഷൻ തെറാപ്പി എന്ന വാക്കിനേക്കാൾ ഐ പ്രിഫർ ഡിസൊല്യൂഷൻ മെക്കാനിസം. Okay. ഇതിപ്പം സ്ഥലം പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രഭാകരൻ സാറിന്റെ കൈവശ. പണ്ട് ഇത് പ്രശസ്തമായൊരു നായർ തറവാട്ടുകാരുടെ വകയായിരുന്നു. 4-5 കൊല്ലം മുമ്പ് ഇവിടെ എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ കുട്ടികളാണ് ഇവിടെ ആദ്യമായിട്ട് താമസിക്കാൻ വന്നത്. ഞാൻ വന്നിട്ട് മാസങ്ങളേ ആയുള്ളൂ. പയറ് പോലെ നടന്ന് ഭൂമി കച്ചവടം ചെയ്ത് 4 കാശുണ്ടാക്കിയിരുന്ന എന്നെ ഇവിടെ തളിച്ചിട്ട് പ്രഭാകരൻ സാറിന്റെ പണിയാണ്. സാറിന് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ ഇതിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു അമ്പലക്കുളമുണ്ട്. അതിന്റെ തെക്ക് ഭാഗത്ത് ഓട് മേഞ്ഞ ഒരു ഒറ്റപ്പെട്ട വീടുണ്ട്. അവിടെ താമസിക്കുന്ന ജാനുമ്മ എന്ന് പറഞ്ഞ സ്ത്രീ പണ്ട് ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. ശീലമില്ലാത്ത ചെയ്യണ്ട, തല കറങ്ങും. നല്ല വടക്കം പുകയില്ലയാ. അല്ലെങ്കിൽ ആണെങ്കിലോ അല്പം കുശലം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. മാളികയെന്നാണല്ലേ? ചാത്തന്മാർ ജാനമ്മയ്ക്കെല്ലാം കാട്ടിത്തരും. ചാട്ടർ സേവയുണ്ടല്ലേ? മദ്യസേവയുണ്ട്. നീ മെടുക്കനാടാ, മെടുക്കൻ. കാര്യം എങ്ങനെ കാണുമെന്ന് നിനക്കറിയാം.
ഈ ശിവരാമന് പറയാം. മാളിയേക്കൽ അനന്തൻ തമ്പുരാന്റെയും മാധവി തമ്പുരാട്ടിയുടെയും ഒറ്റ മോനാ ശിവറാം. മാളിക വീടിന്റെ പടിഞ്ഞാറ് വശത്താണ് മന. അനന്തൻ തമ്പുരാന്റെ മരുമോൾ ഊർമിളയും അവരോടൊപ്പമാ വളർന്നത്. ശിവരാമേട്ടൻ ഞാനും ഉണ്ട്. ആടണോ? സൂക്ഷിച്ചു കയറണേ. പിടിച്ചിരുന്നോ? ഊർമിള കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിച്ചു. പിന്നീട് അനന്തൻ തമ്പുരാനും ഭാര്യയുമാ അവളെ വളർത്തിയത്. കുട്ടിക്കാലം മുതലേ ഊർമിളയ്ക്ക് ശിവരാമനെയും ശിവരാമന് ഊർമിളയെയും ജീവനായിരുന്നു. കാലം കഴിഞ്ഞപ്പോ ശിവറാം ഇല്ലാത്ത സമയത്ത് അവളുടെ വിവാഹം ബലം പ്രയോഗിച്ച് മറ്റാരോ ആയി നടത്തി. ആ ദുഷ്ടനായ അനന്തൻ അന്നു രാത്രി ഊർമിള ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. എല്ലാം തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ ശിക്ഷയിൽ ഇളവ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല അതിനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ എങ്ങനാ? നിങ്ങൾ കുറെ പോലീസുകാർ വന്ന് ഞങ്ങളെ ഇങ്ങനെ പിന്നെ കേസും കോടതിയും ഒക്കെ ആയി കുറെ കാലം. ഒടുവിൽ അതെല്ലാം അനന്തന്റെ സ്വാധീനത്തിൽ എഴുതി തള്ളി. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. മാധവി തമ്പുരാട്ടി കഴിഞ്ഞ കൊല്ലം മരിച്ചു. പിന്നെ കേട്ടത് അനന്തൻ തമ്പുരാൻ കാശിയിലോ ഹിമാലയത്തിലോ മറ്റോ പോയെന്നാ. ശിവരാമനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. എന്നിട്ട് മദ്യം കഴിഞ്ഞു, കഥയും തീർന്നു. നാളെ പറഞ്ഞേ സാറേ, ഇനി വരുമ്പോ ഒരു വലുതായിക്കോട്ടെ.